നമസ്കാരം. രാജ്യത്തെ എങ്ങനെ നശിപ്പിക്കണം, ഏത് രീതിയിൽ തകർക്കണം എന്നതിനെക്കുറിച്ചൊരു പഠനമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ നടത്തുന്നത്. കൂടാതെ ജോസോറസിന്റെ എൻജിഒയുമായി കൈകൊടുത്തുകൊണ്ട് ജോസോറസുമായി കൂട്ടുകൂടിക്കൊണ്ട് രാഹുൽ ഗാന്ധി രാജ്യത്തെ ഒറ്റിക്കൊടുക്കാൻ പലതവണ പല നീക്കങ്ങളും നടത്തിയിരുന്നു. രാജ്യത്ത് വ്യാജ കർഷകരെ ഇറക്കി ദില്ലിയിലടക്കം വൻ കലാപത്തിന്റെ ഒരു ആസൂത്രണം രാഹുൽ ഗാന്ധി ചെയ്തിരുന്നു. കൂടാതെ നമുക്കറിയാം, കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് പോലും അഴിമതിയുടെ അങ്ങേയറ്റമായിരുന്നു രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കാണിച്ചത്. മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രി എന്ന കസേരയിൽ ഡമ്മിയായിട്ട് ഇരുത്തിക്കൊണ്ട് സോണിയാഗാന്ധിയും രാഹുലും കൂടെ രാജ്യത്തെ രണ്ടായി കീറി മുറിക്കും എന്നൊരവസ്ഥയിലേക്ക് എത്തിയതോടുകൂടിയാണ്, അതായത് ഭാരതത്തെ തകർത്ത് തരിപ്പണമാക്കി ഭാരതത്തെ രണ്ടായി വിഭജിക്കാനുള്ള ഒരു നീക്കം നടത്തിയതോടുകൂടിയാണ് ജനങ്ങൾക്ക് മനസ്സിലായ ഒടുവിൽ നരേന്ദ്രമോദി തന്നെ 2014 അധികാരമേറ്റ് രാജ്യത്തെ രക്ഷിച്ചത്. എങ്ങനെയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകണമെന്നതാണ് രാഹുലിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി എന്ത് വൃത്തികെട്ട പരിപാടിയും രാഹുൽ ഗാന്ധി ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ നമ്മൾ പാകിസ്ഥാന്റെ ഭീകര ക്യാമ്പുകൾ ആക്രമിച്ചപ്പോഴും ഇതുവരെയായിട്ട് ഒരു നിമിഷം പോലും രാഹുൽ ഗാന്ധി ഇന്ത്യൻ സൈന്യത്തെയും നമ്മൾ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ പ്രശംസിച്ചുകൊണ്ട് ഒരു വാക്ക് പോലും രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല. ഒരു വാക്ക് പോലും പ്രശംസ നൽകിക്കൊണ്ട് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ട്വീറ്റ് പോലും ചെയ്തിട്ടില്ല. എക്സ് അക്കൗണ്ടിൽ ഒരു ട്വീറ്റ് പോലും ചെയ്തിട്ടില്ല. കാരണം ഞരമ്പുകളിൽ കൂടെ ഓടുന്നത് ഇന്ത്യൻ രക്തമാണെങ്കിൽ മാത്രമല്ലേ ഭാരതത്തിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടാകുമ്പോൾ അതിലൊരു ദുഃഖം രേഖപ്പെടുത്താനും ഭാരതത്തിൽ ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ ആ സന്തോഷത്തിൽ പങ്കുചേരാനും സാധിക്കുകയുള്ളൂ. ഇവിടെ ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ മനസ്സും കൂറുമെല്ലാം പാകിസ്ഥാനോടും ശത്രു രാജ്യത്തോടുമാണ്. അങ്ങനെയാണ് തോന്നുന്നത്. ഇന്ത്യൻ ആർമിയെ പ്രശംസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്ത്യൻ ആർമിയുടെ മനോവീര്യത്തെ തകർക്കുന്ന രീതിയിലുള്ള വാക്കുപോലും രാഹുൽ ഗാന്ധി പറയാതെ ഇരിക്കുകയാണ് വേണ്ടത്. രാഹുലിനും സോണിയയ്ക്കും താല്പര്യമുണ്ടാകും നമ്മുടെ രാജ്യത്തിന്റെയൊക്കെ ഈ ഇന്ത്യൻ ആർമിയും സൈന്യത്തെയൊക്കെ ഒന്ന് അവഹേളിക്കാൻ. പക്ഷെ അത് നടക്കില്ല. രാഹുൽ സിന്ദൂറുമായി ബന്ധപ്പെട്ട ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് മുൻ അധ്യക്ഷനുമായ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങളിൽ വ്യാപകമായ വിമർശനമാണ് ഇപ്പോൾ വരുന്നത്. രാജ്യത്തെക്കുറിച്ചും ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ചും രാഹുൽ നടത്തിയ പരാമർശം ദേശവിരുദ്ധമാണെന്ന് ഭരണപക്ഷവും നിരീക്ഷകരും ഒന്നടക്കം വിലയിരുത്തുമ്പോഴും നിലപാട് തിരുത്താൻ രാഹുൽ തയ്യാറായിട്ടില്ല. രാഹുലിന്റെ വിമർശനം സൈന്യത്തിന്റെ ആർജവത്തെ ഇല്ലാതാക്കുന്നതാണെന്നും ആരോപണമുണ്ട്. രാജ്യം ഭരിക്കേണ്ടവർ സൈന്യത്തെ രാഷ്ട്രീയവത്കരിക്കുകയാണെന്ന പരാമർശമാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത്. പാകിസ്ഥാനെതിരെ നന്നായി പോരാടിയ സൈന്യത്തെ പ്രധാനമന്ത്രി മോദി അവഹേളിക്കുന്നുവെന്നാണ് രാഹുൽ ഗാന്ധിയൊക്കെ ഒരു പരാമർശം നടത്തിയത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ സാറെന്ന് വിളിച്ച് പുറകെ നടക്കുന്ന മോദി ട്രംപിന്റെ മുന്നിൽ കീഴടങ്ങിയെന്നൊക്കെയാണ് രാഹുൽ തട്ടിവിടുന്നത്. നരേന്ദ്രമോദി ഇന്ത്യൻ സൈന്യത്തെ സന്തോഷത്തോടെ അവരെ ആശംസിക്കുന്നതും അവരുടെ കൂടെ പഞ്ചാബിലെ ആദംപൂർ ബേസ് ക്യാമ്പിലൊക്കെ പോയി ചെന്ന് അവരോടൊപ്പം തന്നെ സന്തോഷം പങ്കിടുന്നതൊന്നും തന്നെ രാഹുൽ കണ്ടില്ല. രാഹുലിന്റെ കാഴ്ചപ്പാടിൽ എല്ലാവരും ഇന്ത്യൻ ആർമിയെ അവഹേളിക്കുന്നു എന്നൊരു കാഴ്ചപ്പാടാണ് രാഹുൽ ഗാന്ധി ഇവിടെ തുറന്നുവിടുന്നത്. ഇതൊരു അപമാനകരമാണ് രാഹുൽ ഈ വിമർശനമെല്ലാം തന്നെ ഉന്നയിക്കുന്നത്. ഇതാദ്യമായല്ല രാഹുൽ ഗാന്ധി മോദിയെ സൈനിക നടപടിയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നത്. നേരത്തെ സർജിക്കൽ സ്ട്രൈക്കിന്റെ സമയത്തും ഉറി ഭീകരാക്രമണ സമയത്തും രൂക്ഷമായി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെ വിമർശിച്ചിരുന്നു. പ്രത്യേകിച്ചും രാജ്യത്തുണ്ടായ മരണനിരക്കിന്റെ പേരിൽ. ഇത്തരം പരാമർശങ്ങൾ രാജ്യത്തെ സംരക്ഷിക്കുന്ന ധീരമായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മനോവീര്യം കുറയ്ക്കുക മാത്രമല്ല പൊതുജനങ്ങൾക്കിടയിൽ ഭിന്നതയും അവിശ്വാസവും വളർത്തുകയും ചെയ്യുന്നുവെന്ന് ഒരു ആക്ഷേപമുണ്ട്. ഇന്ത്യയുടെ തിരിച്ചടികൾ പാകിസ്ഥാന്റെ ഭീകര അടിസ്ഥാന സൗകര്യങ്ങളെ തളർത്തിയെന്നാണ് നിഷ്പക്ഷ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ഈ തന്ത്രപരമായ നേട്ടങ്ങൾ അംഗീകരിക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ കുറച്ച് വർഷത്തിന് മുമ്പേ നമ്മൾ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോൾ അതിന്റെ തെളിവ് എവിടെയെന്ന് ചോദിച്ച രാഹുൽ ഗാന്ധിക്കാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ കൃത്യമായി എല്ലാ ആക്രമണങ്ങളും തെളിവ് സഹിതം വീഡിയോ ക്യാമിൽ ആകാശ ദൃശ്യത്തിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ലോകത്തിന് മുമ്പാകെ രാഹുൽ ഗാന്ധിക്ക് കാണുന്നതിന് മുമ്പാകെ പട്ടാളത്തിലെ തലവന്മാരെല്ലാം കൂടെ പ്രദർശിപ്പിച്ചത്. കൂടാതെ ഇന്ത്യൻ ആർമിയെ വാനോളം പുകഴ്ത്തിയ നമ്മുടെ നരേന്ദ്രമോദി, അതോടൊപ്പം തന്നെ അമിത്ഷാ, രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾ വരെ ഇന്ത്യൻ ആർമിക്ക് സല്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലടക്കം പോസ്റ്റുകൾ ഇട്ടപ്പോൾ രാഹുൽ ഗാന്ധി ഒരു സല്യൂട്ടെന്നോ അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയെ ഒന്ന് സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടെ കൂടെ പോയി ഒരു സമയം ചെലവഴിക്കാനോ ഒരു അഭിനന്ദനങ്ങൾ പോലും പറയാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല. അത് ഇനിയും കഴിയുകയുമില്ല. കാരണം രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൗരൻ ആണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാര്യം കൂറ് പല ഇടത്തുമാണ്, ശത്രു രാജ്യത്താണ്.
അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ ആർമിയെ ഇത്രത്തോളം പുച്ഛം. എന്നാൽ നരേന്ദ്രമോദി ഇന്ത്യൻ ആർമി മികച്ചതാണ്, അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആർമിയെ നരേന്ദ്രമോദി കെട്ടിപ്പിടിച്ചുകൊണ്ട് സന്തോഷം പങ്കിട്ടപ്പോൾ പോലും രാഹുൽ ഗാന്ധിക്ക് കണ്ണുകടിയുണ്ടായത് രാഹുൽ ഗാന്ധിക്ക് ഭാരതം എന്ന് കേൾക്കുമ്പോൾ മുതൽ അപ്പോൾ തലപെരുക്കും. ആ രാഹുൽ ഗാന്ധിയെ നമ്മൾ ഇനിയും നമ്മുടെ രാജ്യത്ത് വച്ചു പൊറപ്പിക്കണോ എന്നതാണ് ഇനി ജനങ്ങൾ തന്നെ ചിന്തിക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.